ഇത് ഒരുപാട് ഞാൻ സംസാരിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടെ എല്ലാവരും പഴയ ഫ്രണ്ട്സിനെ കണ്ട് നമുക്ക് സംസാരത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ യോഗം കൂടുതൽ തന്നെ. നമ്മൾ പ്രസംഗിച്ച് കൂടുതൽ പ്രസംഗത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ആ പരിപാടികൾ നടക്കില്ല. കുറച്ചേരം എല്ലാവരും പോകാൻ വേണ്ടിയിരിക്കും. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് പ്രസംഗത്തിനൊരു പ്രസക്തി ഇല്ലാത്തൊരു വേദിയാണ്. എന്നാൽ പോലും ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് നിർത്താം. ആദ്യമേ തന്നെ ഇങ്ങനൊരു വേദി ഒരുക്കാൻ വേണ്ടി ഇവിടെ ഇതിന് വേണ്ടി പ്രയത്നിച്ച സ്കൂളിന് ഒരു നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ബാച്ചിൽ തന്നെ 99 ബാച്ചിൽ തന്നെ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ആ വർഷം പഠിച്ച ഒരു 60 പേരെ കണ്ടെത്തി നമുക്ക് നടത്താൻ പറ്റുന്നുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. കാരണം നമ്മൾ ഒരു പ്രാവശ്യം നടത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ആ സ്ഥാനത്താണ് 62 മുതൽ ഇങ്ങോട്ടുള്ള ബാച്ചുകളെല്ലാം ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പ് വഴി ഇങ്ങനെ ഒരു യോഗം വയ്ക്കാൻ വേണ്ടി ഒരു 2-3 മാസക്കാലം കൊണ്ട് അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സാറുമാർ എടുത്ത് പറയേണ്ടത് നമ്മുടെ പ്രസാദ് സാറ്, അഭിലാഷ് സാറ്, സുജിത് സാറ് തുടങ്ങി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഗോപൻ സാർ ഉൾപ്പെടെ വളരെയേറെ പാടുപെട്ടാണ് ഇങ്ങനൊരു യോഗം സംഘടിപ്പിക്കാൻ വേണ്ടി ഉണ്ടായത്. അതിന് തന്നെ അവർക്ക് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എനിക്ക് വേദിയിൽ നിൽക്കാൻ സാധിച്ചത് തന്നെ നമ്മുടെ ഞാൻ ഈ വാർഡിൻ്റെ കൗൺസിലർ കൂടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഞാനും അവിടെ ഇരിക്കേണ്ടത്. ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ അവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്. വേദിയിൽ ഇരിക്കാമെന്നാണ് പറഞ്ഞത്. ഇവിടെ സാറ് പറഞ്ഞത് നമ്മൾ കൗൺസിലറാണ്, അകത്ത് കയറി ഇരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാനാണ് എനിക്കും ആഗ്രഹം. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ വിളിച്ചിരുത്തിയതാണ്. പക്ഷേ ഒരുപാട് നേരം പ്രസംഗിച്ച് ഞാൻ കളയുന്നില്ല. വന്ന എല്ലാവർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഏകദേശം അറിയാവുന്ന ആൾക്കാരാണ്. നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ബാച്ചല്ലെങ്കിലും ഇരിക്കുന്ന ഭൂരിഭാഗത്തിൽ ഒരു പകുതി പേരെങ്കിലും അറിയാവുന്ന ആൾക്കാരാണ്. ഡെയിലി കാണുന്നതാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനമായി വന്നായി എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഈ പരിപാടി അടുത്ത വർഷവും ഇതിനേക്കാളും വിപുലമായി നടത്താൻ വേണ്ടിയുള്ള ഇതുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായി നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള 2 ബാച്ചിൽ വരുന്നവരെ ഒന്ന് ആദരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാച്ച് എല്ലാവരും ഈ വേദിക്ക് സ്റ്റേജിലേക്ക് കയറുന്ന പ്രായമായത് കാരണം സ്റ്റേജിലേക്ക് കയറണ്ട. നമുക്ക് തൽക്കാലം താഴേക്ക് ഇറങ്ങാം. താഴേക്ക് ഇറങ്ങി ആ പേര് വിളിക്കുന്നതിനനുസരിച്ച് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി വരുന്നത് 62-65 ബാച്ചാണ്. ആ കാലഘട്ടത്തിൽ പഠിച്ചവരെയാണ്. ആദ്യത്തെ പേര് സുരേഷ് ചന്ദ്ര ബാബു. ആദ്യത്തെ പേര് രണ്ടാമത്തെ പേര് അച്യുതൻ നായർ. അടുത്തതായി അബ്ദുൾ മജീദ്. അടുത്തതായിട്ട് അബ്ദുൾ മജീദ്. അബ്ദുൾ മജീദ്. അടുത്തയാള് ആരിഫ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ്. 62-65 കാലഘട്ടം. എല്ലാം കിട്ടുള്ളൂ. നമുക്ക് ചെറിയുന്നത് എല്ലാവരും കിട്ടുള്ളൂ. ഒരാളിവിടെ ഉണ്ട്. പേര് ശിവാനന്ദൻ.
അഡ്മിഷൻ രജിസ്റ്ററിന്റെ കോപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 62, 63 കാലഘട്ടം. അഡ്മിഷൻ നമ്പർ 43 ശിവാനന്ദൻ കെ. ആദ്യത്തെ ബാച്ചിലെ ഒരാൾ വേദിയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ കൂടെ നമുക്ക് ആദരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബാച്ച്. പേര് ശ്രീ സുരേഷ് ചന്ദ്ര ബാബു. 62, 65 കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളായിരുന്നു അവരെല്ലാം നമ്മൾ ആദരിക്കുകയാണ് ഈ സമ്പൂർണ്ണ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക നല്ലവണ്ണം. അടുത്തതായിട്ട് രണ്ടാമത്തെ ബാച്ച് 63, 66. ആദ്യത്തെ പേര് വേലപ്പ പണിക്കർ. ശ്രീ വേലപ്പ പണിക്കരെ ആദരിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളോട് തന്നെയാണ് ആ ആദരവ് ഏറ്റുവാങ്ങുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കോ. രണ്ടാമത്തെ പേര് ബാലകൃഷ്ണൻ. ശ്രീ ബാലകൃഷ്ണനെ ആദരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. 1963, 66 കാലഘട്ടം. അടുത്തത് ശ്രീ സുകുമാരൻ. അതുപോലെ തന്നെ അടുത്തത് ശ്രീ കെ തങ്കപ്പൻ. തങ്കപ്പനാണ്, പി തങ്കപ്പനാണ്. തങ്കപ്പൻ 63, 66 ബാച്ചിലെ പേര് ശ്രീ തങ്കപ്പൻ. 63, 66. അടുത്തത് ശ്രീ രവികുമാർ കെ. ശ്രീ രവികുമാർ കെ. ശ്രീ രവികുമാർ കെ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കോ. ശ്രീ രവികുമാർ കെ. അടുത്തതായി 63, 66 കാലഘട്ടം സുധാകരൻ എ. ശ്രീ സുധാകരൻ എ പൂർവ്വ വിദ്യാർത്ഥിയുടെ ആളെ ആദരിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കോ. അടുത്തത് ശ്രീ ജോർജ്. സ്കൂൾ രേഖയിൽ അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നായിരുന്നു. പഴയ ആളുകൾക്ക് ആ പേര് പറഞ്ഞാലേ ഓർക്കാൻ പറ്റത്തുള്ളൂ. ശ്രീ ജോർജ്. അടുത്തതായി ശ്രീ ജോർജ് എന്ന പഴയ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. അദ്ദേഹത്തെ ആദരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. പൂർവ്വ വിദ്യാർത്ഥികളുടെ അതായത് രണ്ടാമത്തെ ബാച്ച് 63, 66 കാലഘട്ടം. ഇനി അടുത്തതായി ശ്രീ സോമൻ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ശ്രീ സോമനെ ആദരവും ബഹുമാനിക്കുകയാണ്. അടുത്തത് ഞങ്ങളുടെ കിട്ടിയിട്ടുള്ള ലിസ്റ്റ് പ്രകാരം 62, 65, അതുപോലെ 63, 66 അതിന്റെ ലിസ്റ്റ് പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഈ ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ വേദിയിലുണ്ടോ? 62, 65 ആരെങ്കിലും ഉണ്ടെ ദയവായി മുന്നോട്ട് വരേണ്ടതാണ്. 62, 65 കാലഘട്ടം.
ശ്രീ യൂസഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മുഹമ്മദ് യൂസഫ്, ശ്രീ മുഹമ്മദ് യൂസഫ് അദ്ദേഹത്തിനെ ആദരിക്കുകയാണ്. ഈ രണ്ട് ബാച്ചുകൾ, ഏറ്റവും സീനിയർ ആയിട്ടുള്ള രണ്ട് ബാച്ചുകളെയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരെ ഞങ്ങൾ ആദരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. അതായത് ആശംസകൾ അറിയിക്കാനായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിലെ അക്കാദമി വിഭാഗം മേധാവിയായ ശ്രീ അനിക്കുട്ടൻ ജി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആശംസകൾ അറിയിക്കാനായിട്ട് അക്കാദമി വിഭാഗം മേധാവിയായ ശ്രീ അനിക്കുട്ടൻ ജിയെ ക്ഷണിക്കുകയാണ്. എല്ലാവരും വേദിയിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. ദയവായി സഹകരിക്കുക. പരിപാടി ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. നിങ്ങളും കൂടെ പൂർണ്ണമായി സഹകരിച്ചാലേ നമുക്കത് എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യപരിപാടികൾ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ദയവായി മുന്നോട്ട് വന്നിരിക്കേണ്ടതാണ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഏത് വർഷം? ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ബാച്ചിലെ അന്നത്തെ വിദ്യാർത്ഥികൾ മുതൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ വരെയുള്ള വേദിയാണ് എന്റെ മുന്നിലുള്ളത്. ഞാൻ 2002 സർവീസ് ചെയ്തിരുന്നത്. ഈ സ്ഥാപനത്തിൽ 2006 മുതൽ വിവിധ ഘട്ടങ്ങളിലായി വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം, ഈശ്വര പ്രാർത്ഥന നമ്മുടെ ഈ ക്ലാസ്സിലെ 9ാം ക്ലാസ്സുകാരൻ ഇവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ മുഖങ്ങളിൽ ആ പഴയ വിദ്യാർത്ഥി വന്നു എന്നൊരു സംശയം. നമ്മൾ പല വേദികളിലും പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, പല ഫംഗ്ഷൻ പോകുമ്പോഴും ഈശ്വര പ്രാർത്ഥനയ്ക്ക് സാക്ഷിയായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ ഈശ്വര പ്രാർത്ഥന സമയത്ത് ഇവിടെ ചിലര് കണ്ണടച്ചിരിക്കുന്നവരുണ്ടോ, ആ വരികൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവരുണ്ടോ. നിങ്ങൾ ആ പഴയ വിദ്യാർത്ഥിയുടെ കാലത്തിലേക്ക് പോയി കുറച്ചു പേരെങ്കിലും പോയതായിട്ട് തോന്നി. എന്തായാലും അത് തന്നെയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള ഉദ്ദേശം. ഒരുപാട് ബാച്ചുകൾ പല തവണയായി ഒരു പൂർവ്വ വിദ്യാ സംഗമം സംഘടിപ്പിച്ചൂടെ എന്ന ആലോചനകളുണ്ട്. പക്ഷെ നടക്കാതെ പോയ ഒരുപാട് ബാച്ചുകാരുണ്ട്. ഇടയ്ക്ക് പല ബാച്ചും സംഘടിപ്പിച്ചു, അവരവരുടെ ഇങ്ങനെ മാറ്റം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് തുടക്കമാണ്. ഇന്നിപ്പോ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ മാറും. ഞങ്ങൾ മാറി നിങ്ങളിൽ നിന്ന് തന്നെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ കുറെ പേര് ഇതിനകത്ത് വന്ന് ഈ മൂവ്മെന്റിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. വളരെ ഭംഗിയായി അതിനകത്ത് ഈ പറഞ്ഞ മുതിർന്ന സീനിയർ ആൾക്കാർ വേണം. ഈ ഏറ്റവും അവസാനം എല്ലാവരെയും ഒത്തുനടത്തി കൊണ്ടുള്ള ഒരു നല്ലൊരു കമ്മിറ്റി രൂപീകരിച്ച് നല്ലൊരു മൂവ്മെന്റായി ഇത് മുന്നോട്ട് പോകണം എന്നും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി വ്യക്തിപരമായി എന്നിൽ നിന്നുണ്ടാവുമെന്നും ഈ വിദ്യാസംഗമത്തിന് ഒരു വട്ടം കൂടി ഇനിയും പലവട്ടം കൂടാൻ ഉള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാവിന്റെ ആശംസ നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസ അറിയിക്കുന്നതിൽ ഒരു വനിതാ പ്രാതിനിധ്യം വേണമെന്നുണ്ട്. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയുടെയായ 1989 ബാച്ചിലെ ശ്രീ ബീന ETH ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബീന MP വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. എൻ്റെ അച്ഛനാണ് ഇവിടെ സുജിത് കുമാർ, മറ്റേ PTA വൈസ് പ്രസിഡന്റ് ഇല്ലേ? ലേഡീസിൽ ഞാൻ മാത്രമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. പലർക്കും പല അസുഖങ്ങളുകൊണ്ടാണ് മണിപ്പൂർവ്വം വരാത്തതല്ല. 1962 മുതൽ 2025 വരെയുള്ള എല്ലാവരെയും വിളിച്ചുള്ള ഒരു കൂട്ടായ്മ ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അതിലെനിക്ക് വളരെ സന്തോഷപ്പെട്ടപ്പോൾ ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെയും എൻ്റെ 1981 ബാച്ചിൻ്റെയും ആശംസകൾ അർപ്പിക്കുന്നു.
അടുത്തതായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരണം, അതിൻ്റെ നിയമാവലി അഥവാ ബൈലോയുടെ കരട് അവതരണമാണ്. അതിനു വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി 1995 പാസ് ഔട്ടായ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഈ സ്ഥാപനത്തിലെ തന്നെ അധ്യാപകനുമായിരുന്ന ശ്രീ അഭിലാഷിയം, അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം കരട് ബൈലോ അവതരിപ്പിക്കുന്നതിനുണ്ട്. അതായത് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുന്നത് ഒരു അലുമിനി രൂപീകരണം കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അവതരണത്തിനായി ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ദയവായി ആ വേദിയുടെ മുന്നിൽ നിൽക്കുന്നവർ ഒന്ന് മുൻവശത്തേക്ക് ഇഷ്ടംപോലെ കസേര ഉണ്ട്, ദയവായി സഹകരിക്കുക, അകത്തേക്ക് ഇരിക്കാം. നമുക്ക് പരിപാടികൾ അവസാനിപ്പിക്കാൻ സമയമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും സൗഹൃദങ്ങളുടെ കൂട്ടായ്മയും എന്ന അവസ്ഥയിൽ നിന്നും ഈ കൂട്ടായ്മ ഔദ്യോഗികമായ ഒരു ആവശ്യമായി മാറാൻ പോകുന്നതിന്റെ പ്രാരംഭം കുറിക്കുകയാണ് എൻ്റെ ചുമതല. നമ്മുടെ വളരെ നാളത്തെ സഹവാസത്തോടുകൂടി ഈ സ്കൂളിൽ നിന്നും നമ്മൾ വേർപിരിഞ്ഞെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയും നമ്മളെല്ലാവരും പരസ്പരം കാണുകയും ആ പരസ്പരം കാണലിന്റെ ദൈർഘ്യം വരും കാലങ്ങളിലേക്ക് കൂടി നീട്ടുകയും അത് ഊഷ്മളമായ ഒരു ബന്ധത്തിലേക്കും ഈ സ്കൂളിനെ സംബന്ധിച്ചും ഈ സമൂഹത്തിനെ സംബന്ധിച്ചും ഏറ്റവും ഗുണകരമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കരട് നിയമാവലി നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ച നമ്മുടെ ഓർമ്മയിലുള്ള എല്ലാ അധ്യാപകരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ അവരെ കൂടി സമക്ഷം വായിക്കുകയാണ്. ആമുഖം. സംഘടനയുടെ പ്രവർത്തന മേഖല നെടുമങ്ങാട് മഞ്ചൽ സർക്കാർ ടെക്നിക്കൽ സ്കൂൾ ആയിരിക്കും. ഈ സ്കൂളിന്റെ ക്ഷേമത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയ്ക്കും വേണ്ടി ഈ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ ചേർത്ത് രൂപീകൃതമായ സംഘടനയാണ് അലുമിനി അസോസിയേഷൻ ഓഫ് നെടുമങ്ങാട് ടെക്നിക്കൽ സ്കൂൾ. പേര് അലുമിനി അസോസിയേഷൻ ഓഫ് നെടുമങ്ങാട് ടെക്നിക്കൽ സ്കൂൾ എന്നായിരിക്കും. വിലാസം സ്വന്തം നിലയ്ക്ക് ഓഫീസ് ആകുന്നതുവരെ സെക്രട്ടറിയുടെ വീടായിരിക്കും ഓഫീസ്. പ്രവർത്തന മേഖല നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ സ്കൂൾ തന്നെയായിരിക്കും. നിർവചനങ്ങൾ. സംഘടന അഥവാ അലുമിനി അസോസിയേഷൻ ഓഫ് നെടുമങ്ങാട് ടെക്നിക്കൽ സ്കൂൾ എന്നാൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ എന്നും, അംഗം എന്നാൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുമാകുന്നു. വർഷം എന്നാൽ ഓരോ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടം എന്നാകുന്നു. അംഗം എന്നാൽ അസോസിയേഷന്റെ സംഘടനയുടെ ചട്ടങ്ങളും മറ്റും അനുസരിച്ച് പ്രവേശിക്കപ്പെട്ടിരിക്കെ വരിപ്പണം കൊടുത്തിരിക്കുകയോ അതിൽ അംഗങ്ങളുടെ റോളിലോ ലിസ്റ്റിലോ ഒപ്പിട്ടിരിക്കുകയും ചെയ്യുകയും ആ ചട്ടങ്ങൾ നിയമാവലി അനുസരിച്ച് രാജിവെക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾ എന്നർത്ഥമാകുന്നു. ഭരണസമിതി എന്നത് സംഘടനയുടെ ചട്ടങ്ങളും മറ്റും മുഖേന ഭരണമേൽക്കപ്പെട്ട ഭരണസമിതി എന്നാകുന്നു. ഉദ്ദേശങ്ങൾ. പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്കൂളിന്റെയും ക്ഷേമത്തിന്റെയും പുരോഗതിക്കും സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥികളുടെയും മറ്റും സഹകരണത്തോടെ നേതൃത്വം നൽകുക. സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി യുക്തവും ന്യായവും നീതീകരിക്കാവുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക. അംഗത്വം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധികാരത്തോടെ അസോസിയേഷൻ പ്രവർത്തനത്തിന് താല്പര്യമുള്ള അസോസിയേഷന്റെ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ സമ്മതമുള്ളവർക്ക് അസോസിയേഷന്റെ അംഗമായി ചേരാവുന്നതാണ്. അംഗമായി ചേരുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷകൾ പൂരിപ്പിച്ച് സെക്രട്ടറി ഏൽപ്പിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം പ്രവേശന ഫീസ് 50 രൂപ, 10 രൂപ മാസവിലയും അടയ്ക്കേണ്ടതാണ്. മതിയായ കാരണമുണ്ടെങ്കിൽ അത് അപേക്ഷകനെ അറിയിച്ച് ഏത് അപേക്ഷയും നിരസിക്കാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. കമ്മിറ്റിയുടെ തീരുമാനം ആ കാര്യത്തിൽ അന്തിമമായിരിക്കും. കാലാകാലങ്ങളിൽ പൊതുയോഗം തീരുമാനിക്കുന്ന വാർഷിക പരിസംഖ്യ ഒന്നിച്ച് തവണകളായി അടയ്ക്കാവുന്നതാണ്. കാലാകാലങ്ങളിൽ ഭരണസമിതിക്ക് പൊതുയോഗ തീരുമാനത്തിന് വിധേയമായി പ്രവേശന ഫീസ് മാസവിലയും ക്രമപ്പെടുത്തുന്നതിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. സംഘടനയുടെ നിയമാവലിക്ക് അനുസൃതമായി പ്രവർത്തിക്കാത്ത അംഗങ്ങളുടെ സംഘടനാംഗത്വം ഉണ്ടാക്കുവാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. സംഘടനയുടെ വാർഷിക പരിസംഖ്യ മുടക്കം വരുത്തുന്നവരുടെയും അംഗത്വം സ്വമേധയാ നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ സെക്രട്ടറി 30 ദിവസങ്ങൾ നിശ്ചിത കുടിശ്ശിക കാണിച്ച് ലിഖിത നോട്ടീസ് നൽകിയിരിക്കേണ്ടതാണ്. അസോസിയേഷന്റെ സംഘടനയുടെ നിയമാവലി അനുസരിച്ചുള്ള എല്ലാ നടപടികളും അതാത് സാമ്പത്തിക വർഷം മാർച്ച് 31 വരിപ്പണമോ മറ്റിനമോ കുടിശ്ശിക ഇടപെടുന്ന മറ്റ് ഏതൊരാൾക്കും പൊതുയോഗത്തിൽ വോട്ട് ചെയ്യുന്നതിനോ അംഗമായി പരിഗണിക്കുന്നതിനോ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അംഗത്തെ രജിസ്റ്റർ. അംഗങ്ങളുടെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. ഓരോ അംഗത്തിനും പ്രത്യേക പേജുകൾ ലിങ്ക് ചെയ്യേണ്ടതുമാണ്. താഴെ പറയുന്ന കാര്യങ്ങൾ ചേർത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അംഗങ്ങളുടെ പേര്, മേൽവിലാസം, മൊബൈൽ ഫോൺ നമ്പർ, രക്തഗ്രൂപ്പ്, അംഗത്വം ലഭിച്ച തീയതി, അംഗത്വം അവസാനിക്കുന്ന തീയതി, അംഗത്വ ഫീസിന് ലഭിച്ച തുക, അംഗങ്ങൾക്ക് നൽകുന്ന സഹായത്തിന്റെയും മറ്റ് വിശദാംശങ്ങൾ കാലാകാലങ്ങളിൽ വരുന്ന പേരെടുത്ത് ചേർത്ത് ഈ രജിസ്റ്റർ പുതുക്കി സൂക്ഷിക്കേണ്ടതും സെക്രട്ടറി തീയതി വെച്ച് ഒപ്പിട്ടിരിക്കേണ്ടതുമാകുന്നു. ഭരണ സംവിധാനം. പ്രതിനിധി കൂട്ടായ്മ. 1962 മുതൽ നടപ്പ് പ്രവർത്തന വർഷം വരെ എത്ര വർഷങ്ങളുണ്ടോ ആ വർഷം അംഗങ്ങൾ ബാച്ചടിസ്ഥാനത്തിലോ ലഭ്യതയ്ക്കനുസരിച്ചോ ഉൾച്ചേരുന്നതായിരിക്കും പ്രതിനിധി കൂട്ടായ്മ. ഭരണസമിതി. സംഘടനയുടെ ഭരണ നിർവ്വഹണത്തിന് വാർഷിക പൊതുയോഗം തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി കൂട്ടായ്മയിൽ നിന്നും താഴെ പറയുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് 19 കമ്മിറ്റി അംഗങ്ങളെയും
2 ഓഡിറ്റർമാരെയും തിരഞ്ഞെടുക്കേണ്ടതാണ്. അതാത് കാലങ്ങളിലെ സ്കൂൾ സൂപ്രണ്ടായിരിക്കും സംഘടനയുടെ രക്ഷാധികാരി. സ്കൂൾ സൂപ്രണ്ട് നിർദ്ദേശിക്കുന്ന 2 അധ്യാപകരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാക്കളായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട 19 കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും താഴെ പറയുന്ന 7 ഭാരവാഹികളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പ്രസിഡന്റ് 1, വൈസ് പ്രസിഡന്റ് 2, സെക്രട്ടറി 1, ജോയിന്റ് സെക്രട്ടറി 2, ട്രഷറർ 1. പൊതുയോഗത്തിന് 15 ദിവസം മുമ്പെങ്കിലും എല്ലാ അംഗങ്ങൾക്കും തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ നൽകിയിരിക്കണം. കമ്മിറ്റിയുടെ കാലാവധി 3 വർഷമായിരിക്കും. പൊതുയോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായും ഭരണസമിതിയും സംഘടനയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകുവാൻ ബാധ്യസ്ഥരാണ്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് 15 ദിവസത്തിനകം നിലവിലുള്ള ഭാരവാഹികൾ സ്ഥാനം കഴിഞ്ഞ് പുതിയ കമ്മിറ്റിയെ ചാർജ് ഏൽപ്പിക്കേണ്ടതാണ്. കമ്മിറ്റിയുടെ അധികാരം